നമസ്കാരം സാർ. നമസ്കാരം. അപ്പോ നാട്ടിലൊക്കെ പോയിട്ട് എന്തുണ്ട് വിശേഷം? വിഷുവിനൊക്കെ പോയിട്ട് നല്ല വിശേഷം. വിഷുത്തല്ല് കണ്ടോ? വിഷുത്തല്ല് കണ്ടില്ല, വിഷു ആഘോഷിച്ചു. യഥാർത്ഥത്തിൽ വിഷുത്തല്ല് ഇല്ല, ഓണത്തല്ലേ ഉള്ളൂ. പക്ഷെ വിഷുവിന് നമുക്ക് തല്ലുണ്ടാവുമല്ലോ. അത് ചില ആളുകൾ മദ്യപിച്ച് അടികൂടുന്നതല്ല, അല്ലാതെ തല്ലൊന്നും ഉണ്ടാവാറില്ല. എല്ലാവരും നല്ല സന്തോഷത്തോടു വേണ്ടി പടക്കം പൊട്ടിച്ച് നല്ല സദ്യ ഉണ്ട്, അങ്ങനെയാണ് വിഷു ആഘോഷിക്കാറുള്ളത്. എന്താവട്ടെ, അപ്പൊ എന്താണ് ഇന്നത്തെ വിഷയം? പറഞ്ഞോളൂ. ഒരുപാട് പാരഡി എഴുതി, അതെല്ലാം വലിയ ഹിറ്റായി. അപ്പൊ അതിലൊരു പാരഡിയാണ് ഞാനിപ്പോ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അമ്പളി അമ്മാവ താമര കുമ്പളിയിൽ എന്തുണ്ട്? ഈ പാട്ട് നമ്മുടെ KPSC പാട്ടുകളിൽ, നാടകഗാനങ്ങളിൽ ഹിറ്റായ പാട്ടാണ്. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമാണ് KPSC നാടകഗാനങ്ങൾ. ആ നാടകഗാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് എഴുതി. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ? ഗോവിന്ദൻ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് AKG സെൻറ്ററിൽ. അവിടെ ഇപ്പം നടക്കുന്നത് എങ്ങനെയൊക്കെ കള്ളന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി BJPയുമായി ധാരണ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ധാരണ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ച് പല ഗൂഢാലോചന നടക്കുകയും BJPക്ക് സീറ്റ് വിട്ടുകൊടുക്കുക, എന്നിട്ട് ബാക്കി സ്ഥലത്ത് CPMനെ ജയിപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ തമ്മിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ BJPയുടെ ധാരണ ഉണ്ടാകുന്നത്? BJPക്ക് വോട്ടൊക്കെ ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നത്, തിരിച്ച് BJPൻ്റെ വോട്ട് ഇങ്ങോട്ട് മേടിച്ചിട്ട് CPMനെ വിജയിപ്പിക്കുന്ന, LDFനെ വിജയിപ്പിക്കുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിൽ കോൺഗ്രസ് വരാൻ പാടില്ല, പകരം BJP CPM ജയിച്ചാലും കോൺഗ്രസ് ജയിക്കരുതെന്നാണ് ആർക്ക്? BJPയുടെ ആഗ്രഹം. തൽക്കാലം കുറച്ച് സീറ്റിൽ BJPയെ വിജയിപ്പിക്കണം. അപ്പോൾ അതിന് എന്തിനൊക്കെ ചെയ്യുന്ന അറിയാമോ? പിണറായി വിജയൻ്റെ പേരിലുള്ള കുറേ കേസുകളുണ്ട്. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, പിന്നെ മോളുടെ പേരിലുള്ള കരിമണൽ കർത്തയുടെ കേസ്, SFIO കേസ്, പിന്നെ ലാവ്ലിൻ കേസ്. ഇതൊന്നും തൊടാൻ പാടില്ല. ഈ പിണറായി വിജയൻ അധികാരത്തിൽ കഴിയുന്നവരെ അദ്ദേഹത്തെ തൊടാൻ പാടില്ല എന്നതാണ് അവരുടെ ആവശ്യം. അപ്പം ഇവർ തമ്മിലുള്ള ചർച്ചയാണ് AKG സെൻറ്ററിൽ. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. അതായത് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്ക് സത്യവും നീതിയും മര്യാദയും കൂടെ പോകണം. ഇത് തല കുമ്പിട്ടിരിക്കാനേ പറ്റുള്ളൂ. പാർട്ടിയെ വഞ്ചിക്കുകയാണ്, പാർട്ടി പ്രസ്ഥാനങ്ങളെ വഞ്ചിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി എന്നും RSSനും BJPക്ക് എതിരാണ്. BJP RSS മോശമാണെന്നല്ല ഉള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് RSS വർഗീയമാണ്, BJP ഫാസിസ്റ്റാണ്, ഏകാധിപതിയാണ് ആര്, മോദി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവർ തമ്മിൽ കച്ചവടമാണ്. അപ്പോൾ തല കുമ്പിട്ടെടുക്കുകയാണ് ജനങ്ങളുടെ അണികളുടെ ഇടയിൽ. നേരായിരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കള്ളത്തരല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തല കുമ്പിട്ടിരിക്കുകയെന്ന് പറയുന്നത്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതായത് ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ ആരാ? EP ജയരാജൻ. അതേപോലെ മറ്റേത് പിണറായി വിജയനാണ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ജയിലിനകത്താണോ എന്ന് വെച്ചാൽ നിരവധി കേസുകളല്ലേ. അപ്പം അതിൻ്റെ പേരിൽ ജയിലിലോട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അമ്പലക്കള്ളന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിണറായി അറിയാതെ ശബരിമലയിൽ കൊള്ള നടത്താൻ ആരും തയ്യാറാവില്ല. ഒരു തരി സ്വർണം അവിടുന്ന് മോഷ്ടിക്കണമെങ്കിൽ പിണറായി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏകാധിപതി മുഖ്യമന്ത്രി അറിയണം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമാണ് പത്മകുമാർ ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്നാണ് അധികം പലരോടും പറഞ്ഞിട്ടുള്ളത്. അവസാനം കുടുങ്ങിയപ്പം പത്മകുമാർ മാത്രം ജയിലിനകത്തായി, അതേപോലെ മുരാരി വാസു അകത്തായി. ഇവരൊക്കെ അതൊക്കെ ചെയ്തത് ആരുടെ താല്പര്യപ്രകാരമാണ്? പിണറായി. അപ്പം പിണറായി അകത്താണോ എന്നാണ് ചോദിച്ചത്. അതായത് വീണ എന്ന് പറയുന്നത് പിണറായിയുടെ മകളാണ് വീണ.
കരിമണൽ കർത്തയുടെ കേസിൽ അവർക്ക് 1,73,00,000 രൂപ അനധികൃതമായി യാതൊരു സർവീസും ചെയ്യാതെ അവരുടെ അക്കൗണ്ട് എക്സാലോജിക് എന്ന അവരുടെ കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ സ്വാധീന പ്രകാരമാണ് കൊടുത്തത്. മുഖ്യമന്ത്രി അല്ലാതെയും മേടിച്ചിട്ടുണ്ട് ക്യാഷായിട്ട് കോടികൾ. അപ്പം ഇതിലൊക്കെ പിടിച്ച് അകത്താക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തതാരാ? കേന്ദ്ര ഗവൺമെൻറ്റാണ്, BJP ആണ്. അതാണ് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ലാവ്ലിൻ കേസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പുറത്തു കൊണ്ടുവന്ന കേസാണ്. പിണറായി വിജയൻ മുഖ്യപ്രതിയായിട്ടുള്ള ചെങ്കളം പന്നിയാർ പള്ളിവാസൽ പദ്ധതിയിൽ കള്ളത്തരം കാണിച്ചുള്ള കേസാണ്. ഏകദേശം 300ഓളം കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസാണ്. അത് ഞാനായിട്ട് നടത്തിയ പുറത്ത് കൊണ്ടുവന്ന് കേസ് കൊടുത്ത് CBI എൻക്വയറി കൊണ്ടുവന്ന് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കാൻ ഡെമോ ക്ലാസിൻ്റെ വാളുപോലെ. അത് തൊടാതിരിക്കുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് CBI. CBIയുടെ സോളിസിറ്റർ ജനറൽ വന്ന് പറയുക, ഇത്തവണ മാറ്റണം. ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? പിണറായിക്ക് വേണ്ടിയിട്ടാണ്. പിണറായിയാണല്ലോ മുഖ്യപ്രതി. സാറിനെതിരെ കുറെ ആക്രമണങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചു. റിയാസ് നമ്മളെ മരുമാൻ അവിടെ വന്നിട്ട് ഗുണ്ടകളായിട്ട് വന്ന് പെട്രോൾ വെച്ച് കത്തിക്കുകയും അവിടുത്തെ രേഖകളെ കടത്തിക്കൊണ്ടുപോയി. അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പിണറായിക്കെതിരെയുള്ള ശക്തമായ തെളിവുകളാണ് അതൊക്കെ. അദ്ദേഹത്തിന് 75 കോടി രൂപ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സിംഗപ്പൂരിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ആര്യൻ്റെ പേര്. അവിടേക്കാണ് 75 കോടി വന്നത്. പിന്നെ കൂടാതെ ദുബായിൽ അദ്ദേഹത്തിന് ഈ പണത്തിന് ഇടപാടുകൾ വഴി കള്ളപ്പണ ഇടപാടുകളുടെ ബിനാമി ഇടപാടിൽ പണം വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ രേഖകളെല്ലാമാണ്, ലാവ്ലിൻ്റെ രേഖകളെല്ലാമാണ് കടത്തിക്കൊണ്ടുപോയത് അവിടുന്ന് ഓഫീസിൽ നിന്ന്. അതുകൊണ്ട് ഈ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചെടുത്തത്, കൂടാതെ മന്ത്രിസ്ഥാനം കൊടുത്തത്. താമരപ്പൂ എന്ന ആരുടെ ചിഹ്നമാണ്? BJPയുടെ. അപ്പൊ BJPക്ക് എത്ര സീറ്റാണ് വിട്ടു കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇലക്ഷനിൽ ധാരണയാണ്, രഹസ്യ ധാരണയാണ്. ഇത്തവണ 130 സീറ്റുകളിൽ BJP CPM-ന് അനുകൂലമായി ചെയ്യും. 10 സീറ്റുകളിൽ BJPയെ വിജയിപ്പിക്കും എന്നുള്ളതാണ് ധാരണ. മോദി, അതേപോലെ ഷാ ഇവരുമായിട്ട് ധാരണ ഉണ്ടാക്കി എത്ര സീറ്റാണ് വിട്ടുകൊടുക്കുന്നത്, അവർക്ക് വിട്ടുകൊടുക്കുന്നത് BJP. ഇവിടെ BJP ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കില്ല. അപ്പം ഇവർക്ക് CPM-ന്റെ സഹായത്തോടുകൂടി ജയിപ്പിക്കുകയാണ്. മാത്രമല്ല അവിടെ കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് BJP കളിക്കുന്നത്. അപ്പം BJPക്ക് അത് പിണറായി കള്ളനായിക്കോട്ടെ, കൊള്ളക്കാരനായിക്കോട്ടെ, കൊലപാതകയായിക്കോട്ടെ, ഇവിടെ അധികം മതി എന്നാണ് BJPയുടെ. വാസു എന്ന് പറയുന്നത് മുരാരി വാസു, പിന്നെ കടകംപള്ളി എന്നൊക്കെ പറഞ്ഞാൽ ശബരിമല കൊള്ള ചെയ്ത ആൾക്കാരാണ്. നമ്മളറിയാം സ്വപ്ന സുരേഷിനെതിരെ വളരെ മോശമായി സംസാരിച്ച ആളാണ് കടകംപള്ളി. വെറും തറയാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അവിടെ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ട് വിഗ്രഹങ്ങളെ കടത്തിക്കൊണ്ട് പോയത്. അപ്പം അവരുദ്ദേശിച്ചിട്ടാണ് അപ്പോൾ കാര്യം പറഞ്ഞത്. അതായത് പിന്നെ ആകെ തകർന്ന് തരിപ്പണായിരിക്കില്ലേ. പിന്നെ ഏത് സമയത്താണ് പോലീസ് വരിക, ഏത് സമയത്താണ് ഇൻകം ടാക്സ് വരിക, ഏത് സമയത്താണ് ED-ക്കാർ വരിക, ഇതൊന്നും അറിയില്ല. പേടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ED-യെ പേടിച്ച്, അതേപോലെ CBI-നെ പേടിച്ച്, NIA പേടിച്ചിട്ടാണ് ഇവർ ഇരിക്കുന്നത്. കംപ്ലീറ്റ് രാജ്യദ്രോഹ കുറ്റങ്ങളല്ലേ ചെയ്തത്. നയതന്ത്ര ബാഗേജിലൂടെയല്ലേ സ്വർണ്ണക്കള്ളക്കട നടത്തിയത്. അതിൻ്റെ ഓഹരി ആർക്കും കിട്ടിയിട്ടുണ്ട്? നമ്മളെ ഗോവിന്ദനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദൻ അങ്ങനെ സെക്രട്ടറിയേറ്റ് പിണറായി വിജയൻ്റെ ഒരു അടിമേനെ പോലെ കഴിഞ്ഞുകൂടുകയാണ്. ഗോവിന്ദൻ്റെ മകനും വലിയ ഒരു കേസിൽ 2 കോടി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് ശരിക്കും. അപ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ AKG സെൻറ്ററിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പാടിയത്. ഗോവിന്ദൻ അമ്മാവ AKG സെൻറ്ററിൽ എന്തുണ്ട്. നമുക്ക് ആ പാട്ടിൻ്റെ ഓരോ ഈ പറയുന്ന ഭാഗങ്ങളിലും ഓരോ അതിൻ്റെ പാട്ട് കൊടുക്കും. അതോടൊപ്പം നമുക്ക് ഫുള്ളായിട്ട് പാട്ട് കേൾക്കാം. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? കൊമ്പിട്ടിരിപ്പാണോ, തല താഴ്ത്തി കുത്തിയിരിപ്പാണോ? കുമ്പിട്ടിരിപ്പാണോ, തല താഴ്ത്തി കുത്തിയിരിപ്പാണോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്?
ചിറ്റപ്പൻ കൂടെയുണ്ടോ ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ ചിറ്റപ്പൻ കൂടെയുണ്ടോ ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ ജയിലിന്ന് പോരുമ്പോ ഇരുമൂടി കണ്ടിട്ട് പോന്നിടുമോ വീണ മകൾക്കു വേണ്ടി സ്വയമൊന്നു ലാവിലിൻ കേസിനായി ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട് പേടിച്ചിരിപ്പാണോ ഈടിയെ പേടിച്ചിരിപ്പാണോ ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട് ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട് താമരപ്പൂവിരിക്കാൻ അമ്മാവൻ സീറ്റെത്ര വിട്ടു നൽകും താമരപ്പൂവിരിക്കാൻ അമ്മാവൻ സീറ്റെത്ര വിട്ടു നൽകും മോഡി ഷായുമായി കേസൊതുക്കാൻ സീറ്റെത്ര ധാരണയായി മോഡി ഷായുമായി കേസൊതുക്കാൻ സീറ്റെത്ര ധാരണയായി വാസുവിനെയും ഘടകത്തെ മൊറ്റരുതെന്നോർത്തു പറഞ്ഞിടുമോ പാർട്ടിക്ക് തന്നതൊന്നും പറയരുതെന്നു പറഞ്ഞിടുമോ ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട് ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട് പേടിച്ചിരിപ്പാണോ കോടിഞ്ഞെല്ലാം പോണത് കണ്ട് കണ്ട് ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട് ഐഷ പോറ്റിയമ്മ പ്രേംകുമാറും പോയത് കഷ്ടമായേ ഐഷ പോറ്റിയമ്മ പ്രേംകുമാറും പോയത് കഷ്ടമായേ 25 സെന്റിൽ ജോസിനെ കെട്ടിത്തളച്ചതാണോ 25 സെന്റിൽ ജോസിനെ കെട്ടിത്തളച്ചതാണോ അയ്യപ്പ കോപത്താൽ CPM കോട്ടക്കൊഴിച്ചിലാണേ മുങ്ങുന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി ഒറ്റയ്ക്കിരിക്കയാണോ ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട് വാങ്ങിയിരിപ്പാണോ കണ്ണൂർക്കൊരു വൺ വേ ടിക്കറ്റ് വാങ്ങിയിരിപ്പാണോ കണ്ണൂർക്കൊരു വൺ വേ ടിക്കറ്റ് ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്